നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബമ്പായം. ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറയുന്നത്, നമ്മളെ രാജ്യത്ത് ഗ്രഹങ്ങളുടെ അനുകൂലവും പ്രതികൂലവുമായ സഞ്ചാരങ്ങളെ കൊണ്ട്, രാശിമാറ്റം കൊണ്ട് നാട്ടിനും നാട്ടുകാർക്കും ഒരേപോലെ ബാധിക്കുന്ന ചില ദോഷങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം ഈ ദോഷങ്ങൾ വന്ന, ഒരു സുനാമി വന്നാലോ, പ്രളയം വന്നാലോ, ഭൂകമ്പം വന്നാലോ, വരൾച്ച വന്നാലോ അനുഭവിക്കാനേ നിവർത്തിയുള്ളൂ. എത്ര സുരക്ഷിതമായ രക്ഷാ മാർഗങ്ങൾ സർക്കാരോ ജനങ്ങളോ ചെയ്താലും ചില ഘട്ടത്തിൽ നമുക്ക് ഒരു രീതിയിലും കുരുക്കി നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഇങ്ങനെയുള്ള ദോഷകാലങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പല മേഖലകളിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലോക രാജ്യങ്ങളിൽ പല നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി പോരുന്നുണ്ട്. ഇപ്പോൾ ജിയോളജിക്കൽ സർവേ അനുസരിച്ച് റോക്കറ്റുകളുടെയും ഗ്രഹങ്ങളുടെയൊക്കെ നിരീക്ഷണവും ഗവേഷണവും അനുസരിച്ചും നാട്ടിനൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ എന്ത് സുരക്ഷിതമായ മാർഗങ്ങളാണ് സർക്കാരും ജനങ്ങളും സ്വീകരിക്കാൻ പറ്റുന്നത്. അപ്പം അതേപോലെ ചില ദോഷങ്ങൾ നമ്മളെ നാട്ടിലല്ല, ലോകം മൊത്തവും വരാൻ പോവുകയാണ്. ഈ 2025 മാർച്ച് മാസം 29 വരെ ശനി മീനം രാശിയിലാണ് നിൽക്കുന്നത്. 2025 മെയ് വരെ രാഹുവും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഈ സൂര്യനും കൂടി 2025 മാർച്ചോടുകൂടി സൂര്യൻ 2025 മാർച്ച് മാസം പകുതിയോടുകൂടി സൂര്യനും കൂടെ മീനൻ രാശി പ്രവേശിക്കും. 2025 മാർച്ച് മാസം 3-ാം തീയതി മുതൽ ഭൂമികാരകനും ശത്രുകാരനും യുദ്ധകാരകനുമായ ചൊവ്വ നീചരാശിയിൽ കർക്കിടക രാശി പ്രവേശിക്കും. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ പഴച്ചു വരുമ്പോൾ ലോകത്തിൽ തന്നെ ആപത്തുകളുണ്ടാകും. അപ്പോൾ 2025 മാർച്ച് 29 മുതൽ 2025 മെയ് അവസാനം വരെ വളരെയധികം ദോഷമാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. കാരണം ശനിയും സൂര്യനും രാഹുവും ഒന്നിച്ച് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കാലമാന്തി ഹയോബ്രൂയാൽ ബഹുമൃത്യുയുധം മൃതം യോഗദൃഷ്ട്യാതിവൃദ്ധദ്വൽ പാനു ഭൗമ വിശേഷത. കാലൻ എന്ന് പറയുന്ന ശനി, മാന്തി ഗുളികൻ, ഹയൻ രാഹു ഇവരൊന്നിച്ചിരിക്കുകയും കാലമാന്തി ഹയോബ്രൂയാത് ബഹുമൃത്യുയുധം, ബഹുമൃത്യുയോഗമാണ്. യോഗ ദൃഷ്ട്യാതിവൃദ്ധദ്വൽ, യോഗ ദൃഷ്ട്യാദികൾ വരിക ആരുടെ? പാനു ഭൗമ വിശേഷത. പാനു സൂര്യൻ, ഭൗമൻ ചൊവ്വ. ഈ ഗ്രഹങ്ങളുടെ യോഗങ്ങളോ ദൃഷ്ടികളോ വരുമ്പോൾ നമുക്ക് നാട്ടിൽ പ്രളയം, ഭൂകമ്പം, വരൾച്ച, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, ദുർമരണങ്ങൾ, വലിയ വലിയ അധികാരികൾക്ക് തന്നെ അധികാരങ്ങൾ നഷ്ടപ്പെടുക, വധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുക, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുക, അതേപോലെ വളർച്ചയും ഭൂകമ്പമൊക്കെ കൊണ്ട് ഒരുപാട് ജനങ്ങൾ നശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഭീകരമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നീചത്തിലാണ്. ചൊവ്വയാണ് ജ്യോതിഷത്തിൽ യുദ്ധകാരകനും ശത്രുകാരകനും ഭൂമികാരകനൊക്കെയാണ്. പ്രാതാവും ഭൂമിയും സത്വം യുദ്ധം ശത്രുക്കളായുധം രസവാസാദിയും തീയുമേതസ് എന്നിവ ഭൂമിജാൽ. അപ്പോൾ പ്രാതാവ് എന്ന് വെച്ചാൽ ഇളയത് മൂത്തത് സഹോദരങ്ങൾ തന്നെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും തമ്മിൽ വഴക്കുണ്ടാകും. ഭൂമിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയുള്ള അടി. അതേപോലെ നമുക്ക് സമുദായത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വർഗത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ വലിയ യുദ്ധങ്ങൾ, അതേപോലെ സംഘടനകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുതകളൊക്കെ ഉണ്ടാവും.
അങ്ങനെ വളരെ ദോഷങ്ങൾ പ്രകൃതികളെ കൊണ്ടും പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ടും നമ്മളെ രാജ്യത്തിന് ഉണ്ടാകാൻ പോവുകയാണ്. ജ്യോത്സ്യന്മാരിങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ട് എന്തൊരു ഗുണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. കാരണം ഇങ്ങനെയുള്ള ഗ്രഹപ്പിഴകൾ ജ്യോതിഷികൾക്ക് അറിയാൻ പറ്റണില്ലേ? നമ്മൾ മന്ത്രവും അതേപോലെ ജപവും തപമൊക്കെ വന്ന് നാട്ടിനെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജീവിക്കുന്ന ജ്ഞാനികളും കർമ്മികളും യോഗികളും ഇതൊന്നും കാണുന്നില്ലേ? അധികാരികൾ ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പതിവാണ്. അപ്പം ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഒരു വിഷമമായിട്ട് തോന്നരുത്. നമ്മൾ കഴിയുന്നത് നമ്മളെ വീട്ടിൽ വഴക്കുണ്ടാക്കാതിരിക്കണം, നാട്ടിൽ അടിയുണ്ടാക്കാതിരിക്കണം, മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും തമ്മിലടിക്കാനൊന്നും പോകരുത്. നിങ്ങൾക്ക് ഏത് ദൈവത്തെയാണോ മതത്തെയാണോ ഇഷ്ടമുള്ളത് ആ രീതിയിൽ മറ്റുള്ള സമൂഹത്തിനും വ്യക്തികൾക്കും സമുദായക്കാർക്കും ഒരു വിരോധവും തോന്നാത്ത തരത്തിൽ പരസ്പരം സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി നമുക്ക് നാട്ടിന് ദുരാപത്തുക്കളും പ്രളയങ്ങളും ഭൂകമ്പങ്ങളും ദോഷങ്ങളും വരാതെ നല്ല രീതിയിലായി തീരുന്നതിന് വേണ്ടി ഈശ്വരനെ പ്രാർത്ഥിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വരൾച്ചയും തീപിടുത്തങ്ങളും ബോംബ് സ്ഫോടനങ്ങളും അക്രമങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഇതേപോലുള്ള ഭീഷണികളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും പ്രാർത്ഥിച്ച് ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്ത് അവരവരുടേതായ മതമനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്ത് പരസ്പരം ജാതിയും മതവും ഒക്കെ കളഞ്ഞ് മനുഷ്യരാണെന്നുള്ള പരിഗണനയിൽ എല്ലാ സമസ്ത ജനങ്ങളും ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേന മാർഗേണ മഹീശ ഗോ ബ്രാഹ്മണഭ്യാഃ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ സ്വസ്തി പ്രജാഭ്യ നല്ല ഞങ്ങളെ ഭരിക്കുന്ന നല്ല പ്രജാപതിക്കും എന്ന് വെച്ചാൽ നാട്ടിനെ ഭരിക്കുന്ന രാജാക്കന്മാരന്ന് ഇന്ന് നമ്മുടെ മന്ത്രിമാർക്കും ഏത് പാർട്ടിയാണെങ്കിലും കുഴപ്പമില്ല, നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാർക്ക് ബുദ്ധിയും ശക്തിയും ആലോചനാശേഷിയും നാട്ടിന് ദോഷം വരാത്ത തരത്തിലുള്ള പെരുമാറ്റവും സംഭാഷണവും നന്മകളും ഉണ്ടാകുന്നതിനും സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ഇതിനെയൊക്കെ പരിപാലിക്കുന്ന ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്കും അധികാരികൾക്കും അവരുടെ കർമ്മങ്ങൾ തടസ്സം കൂടാതെ നല്ല രീതി നടത്തിക്കാനുള്ള മനസ്സും താല്പര്യവും തോന്നുന്നതിനും പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീശ അങ്ങനെ ന്യായത്തോടും മാർഗത്തോടും ഉപകാരപ്രദമായ ഒരു രാജ്യത്തിനും ഒരു വ്യക്തിക്കും ദോഷം ചെയ്യാത്ത തരത്തിൽ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് തന്ത്രങ്ങൾ നോക്കി ദോഷങ്ങളെ മനസ്സിലാക്കി ദുരിതങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന മഹീശന്മാർക്ക് ഭൂമിയെ ഭരിക്കുന്ന ആൾ രാജ്യഭരണ നേതാക്കന്മാർക്കും ഗോ ബ്രാഹ്മണഭ്യാഃ ഗോക്കൾ പശുക്കൾക്കും ബ്രാഹ്മണന്മാരെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന് നല്ലത് വരാൻ വേണ്ടി യാഗങ്ങൾ ഹോമങ്ങൾ കർമ്മങ്ങളൊക്കെ നടത്തുന്ന നമ്മളെ മത പണ്ഡിതന്മാർക്കും അതേപോലെ അവരുടെ അനുയായികൾക്കും വലിയ വലിയ രാജ്യത്തിൻ്റെ ശ്രേയസ്സിനും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ജീവിക്കുന്ന എല്ലാ മത പണ്ഡിതന്മാർക്കും നല്ലത് വരുത്തുന്നതിനും അതാണ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനീരു ബ്രാഹ്മണ. ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവരുടെ നന്മകൾ കൊണ്ട് എല്ലാവർക്കും വിഷമം തോന്നാത്ത തരത്തിൽ നല്ല രാജ്യം ഭരിക്കുന്ന ആൾക്കാർക്കും അത് ബ്രാഹ്മണഭ്യാഃ സുഖമസ്തു നിത്യം ഗോക്കൾക്കും ബ്രാഹ്മണന്മാർക്കും നിത്യമായ സുഖ നന്മകൾ ഉണ്ടാകുന്നതിനും ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകത്ത് ഉള്ളവർക്കും സുഖ നന്മകൾ ഉണ്ടാകുന്നതിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സമയത്ത് നമ്മുടെ കാലഭൈരവ ക്ഷേത്രത്തിൽ ചില പ്രത്യേക പൂജകളും ഹോമങ്ങളും
കർമ്മങ്ങളും ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ജാതി, മതം, വർഗം ഒന്നും, വർണ്ണം ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് എല്ലാ മതത്തെയും സ്നേഹിക്കാം. എന്ന മതമാണ് നല്ലതെന്നൊന്നും പറയും. എല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്, ഇസ്ലാമുകളാണ് എന്നുള്ള ഒരു വകഭേദം വേണ്ട. നമ്മളെല്ലാ മതത്തെയും സ്നേഹിക്കുകയും എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുകയും എല്ലാ തരത്തിലും നല്ല രീതി വരുന്നതിന് വേണ്ടി എല്ലാവരും നമ്മൾ സഹോദരങ്ങളും ബന്ധുക്കളുമാണ്. ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാഗങ്ങളും ഹോമങ്ങളും ജപങ്ങളും തപങ്ങളും നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരു കുരുക്കും ആർക്കും ദോഷവും വരാത്ത തരത്തിൽ നല്ലത് ചെയ്യാനുള്ള മനസ്സുണ്ടായി നല്ല വീട്ടുകാരനും നാട്ടുകാരനും കുടുംബക്കാരനും രാജ്യസ്നേഹിയും മനുഷ്യസ്നേഹിയും സമുദായ സ്നേഹിയും ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.